ഇന്ത്യയുടെ ആക്രമണം ശരിവെച്ച് പാക് പ്രധാനമന്ത്രി. ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങൾ ആക്രമിച്ചുവെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള യോഗത്തിലാണ് പരസ്യ പ്രസ്താവന നടത്തിയത്. നൂർഖാൻ ഉൾപ്പെടെയുള്ളവർ തന്ത്രപ്രധാനമായ പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയ കാര്യം വ്യക്തമാക്കിയത് ജനറൽ മുനീർ എന്നെ നേരിട്ട് വിളിച്ചാണ് വിവരം ധരിപ്പിച്ചത്. നമ്മുടെ എയർബേസുകൾ ക്യാമ്പുകൾ ആക്രമിക്കപ്പെട്ടു. അത് വളരെ ആശങ്കാജനകമായ നിമിഷങ്ങളായിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മതിച്ചായതാണ് പ്രസ്താവനകൾ വരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ അധികൃതർ വാസ്തവ വിരുദ്ധമായ കള്ളപ്രചാരണങ്ങളാണ് വ്യാപകമായ നിരന്തരം നടത്തി വന്നിരുന്നത്. ഇന്ത്യയുടെ ബേസ് ക്യാമ്പുകളിൽ അടക്കം ആക്രമിച്ചുവെന്നത് ഉൾപ്പെടെ പല നുണക്കഥകളും പരത്തിയിരുന്നു. പാകിസ്ഥാനിൻ്റെ ഈ നടപടി ആഗോളതലത്തിൽ ചർച്ചയായി. പിന്നീട് ഇന്ത്യ തെളിവുകൾ സഹിത റിപ്പോർട്ടുകൾ പുറത്തുവിട്ടപ്പോഴാണ് വേറെ ഗത്യന്തരമില്ലാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിട്ടും US റേറ്റിംഗ് കുറച്ച് മൂഡീസ്. കടം വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിൽ US സർക്കാരിൻ്റെ പരാജയം ചൂണ്ടിക്കാട്ടിയാണ് മൂഡീസിൻ്റെ നടപടി. ഇതോടെ US സമ്പദ് വ്യവസ്ഥയിലെ പ്രതിസന്ധി തീർക്കാൻ ട്രംപിന് സാധിച്ചില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. മൂഡീസ് USൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ഗോൾഡ് സ്റ്റാൻഡേർഡ് AAAയിൽ നിന്ന് AA1 ആക്കിയാണ് റേറ്റിംഗ് കുറച്ചത്. കടം കുറയ്ക്കുന്നതിലും പലിശ ചെലവ് താഴ്ത്തുന്നതിലും US പരാജയപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. US സമ്പദ് വ്യവസ്ഥയുടെ ഔട്ട്ലുക്ക് സ്റ്റേബിളിൽ നിന്ന് നെഗറ്റീവായും റേറ്റിംഗ് ഏജൻസി കുറിച്ചിടുന്നു. ഇന്ത്യ ഇപ്പോൾ കാണിച്ചത് വെറും ട്രയലർ മാത്രമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനിൽ ഇന്ത്യ ഇപ്പോൾ കാണിച്ചത് ട്രെയിലർ മാത്രമാണെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ഉപയോഗിച്ചത് ഇന്ത്യൻ നിർമ്മിച്ച ഉപകരണങ്ങളാണെന്നും ബ്രഹ്മോസിന് മുന്നിൽ പാകിസ്ഥാൻ പകച്ചു എന്നും പറഞ്ഞു. ഭുജിലെ സൈനിക താവളം സന്ദർശിച്ച ശേഷമാണ് രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാകിസ്ഥാന് സഹായം നൽകുന്ന കാര്യം IMF പുനഃപരിശോധിക്കണമെന്നും പാകിസ്ഥാൻ. 2 IS ഭീകരർ മുംബൈയിൽ പിടിയിലായി. 2 IS ഭീകരർ മുംബൈയിൽ വിമാനത്താവളത്തിൽ പിടിയിലായി. അബ്ദുള്ള ഹയ്യാസ്, ഷെയ്ഖ് തൽഹ ഖാൻ എന്നിവരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2023 പൂനെയിൽ വെച്ച് IED നിർമ്മിച്ച് പരീക്ഷണം നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്. ഇന്തോനേഷ്യയിൽ ജക്കാർത്തയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് മുംബൈയിൽ വിമാനത്താവളത്തിൽ വെച്ച് ഇവർ പിടിയിലായത്. ഇവർ 2 വർഷത്തിലേറെയായി ഒളിവിലായിരുന്നു. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് NIA 3 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നതാണ്. US വൻ നിക്ഷേപം ഉറപ്പാക്കി ഡൊണാൾഡ് ട്രംപ്. അറബ് രാജ്യങ്ങളുമായുള്ള അടുപ്പം വർദ്ധിപ്പിച്ച് വൻ നിക്ഷേപം ഉറപ്പാക്കി ഡൊണാൾഡ് ട്രംപ് ഗൾഫ് പര്യടനം അവസാനിപ്പിച്ചു. ലോകരാജ്യങ്ങളിൽ മുമ്പുണ്ടായിരിക്കുന്ന പ്രമാണിത്വ രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കുറേ കാലമായി ശേഷം വലിയ മാറ്റങ്ങളാണ് പല രാജ്യങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു.